ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGS അതേപോലെ 10th പ്രിലിംസിനായിട്ടുള്ള നമുക്കറിയാം കേരളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഭൂമിശാസ്ത്രം, ഹിസ്റ്ററി എല്ലാം നോക്കുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രം, മത്സ്യബന്ധനം, കായികം, തദ്ദേശ സ്വയംഭരണം, അങ്ങനെ നമുക്കൊരു 10 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാറ്. 2022 മുതൽ 2024 വരെയുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ LGSൻ്റെയും 10th പ്രിലിംസിൻ്റെയും രണ്ടിൻ്റെയും സിലബസ്. രണ്ടിൻ്റെയും സിലബസ് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണ് രണ്ടിൻ്റെ സിലബസും സെയിം ആണ്. അതായത് LGS മെയിൻസിനും അതേപോലെ 10th പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ് LGS മെയിൻസിന് വരുന്നത്. അടിസ്ഥാന വിവരങ്ങൾ, അതേപോലെ നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം, അതേപോലെ തന്നെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ്. ഇതാണ് നമ്മുടെ LGSൻ്റെയും 10th പ്രിലിംസിൻ്റെയും സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ടോപ്പിക്കുകളെല്ലാം തന്നെ സെയിം ആണ്. അപ്പം നമുക്കിതിൽ നിന്ന് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളത്. 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ചോദിച്ചിരിക്കുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാക്കി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉണ്ടോ, 147/2024 LGS ലെവലിൽ നടന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ കേരള ബാങ്ക് OA ആണെന്ന് തോന്നുന്നു. 147 അല്ലേ, കേരള ബാങ്ക് OAയുടെ എക്സാമാണ്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്രയായിരുന്നു? 1084/1000 ആയിരുന്നു. അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ളതായിരുന്നു 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ എന്തായിരുന്നു? കുട്ടികളിൽ എത്രയായിരുന്നു? കുട്ടികളിലെ ലിംഗാനുപാതം എന്ന് പറയുന്നത് 964/1000 ആണ്. അതായത് 1000 ആൺകുട്ടികൾക്ക് 964 പെൺകുട്ടികൾ എന്നുള്ളതായിരുന്നു. അതേപോലെ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതേതാണ്? നമുക്കറിയാം കണ്ണൂർ ജില്ലയാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല. കുറവുള്ള ജില്ല ചോദിക്കാറുണ്ട്. അതേതാണ്? ഇടുക്കിയാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയും, കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരുമാണ്. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് തെന്മല, കോന്നി, അച്ചൻകോവിലാർ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. മണ്ണാർക്കാട്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത്. അപ്പം നമുക്കറിയാം അഗസ്ത്യമല എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ തിരുവനന്തപുരം, അതേപോലെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് അഗസ്ത്യമല, അഗസ്ത്യർകൂടമൊക്കെ വ്യാപിച്ച് കിടക്കുന്നത്. അതിൽ കറക്റ്റ് പറഞ്ഞാൽ കുറ്റിച്ചൽ പഞ്ചായത്ത്, അതാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. അപ്പോൾ അഗസ്ത്യമല ജൈവമണ്ഡല മേഖല ശരിക്കും വ്യാപിച്ച് കിടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട പ്രദേശങ്ങളിലാണ്. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് മണ്ണാർക്കാട് എന്താണ് പാലക്കാട് ജില്ലയിലാണെന്ന് അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, ഓപ്ഷനിൽ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല, വനം കൂടുതൽ എവിടെയാണ്? ഇടുക്കി. എങ്കിൽ ചോദിക്കട്ടെ, ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതൽ എവിടെയാണ്? അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ് ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ളത്. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എല്ലാത്തിൻ്റെയും പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. വേറെ ഏതും കൂടിയുണ്ട്? പാലക്കാടും കൂടിയുണ്ട്. ഈ 5 ജില്ലകൾക്കാണ് എന്തില്ലാത്തത്? കടൽ തീരമില്ലാത്തത്. അപ്പോൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ഇതെന്തായാലും ഇതിനകത്ത് ആൻസർ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏതാണ്? അത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും, ഏകദേശം 16 കിലോമീറ്ററോളാണ് മഞ്ചേശ്വരം പുഴയ്ക്ക്. നമുക്കറിയാം 15 കിലോമീറ്ററിൽ കൂടുതലുള്ളവയാണ് നമ്മൾ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചേശ്വരം പുഴയ്ക്ക് എത്രയാണ്? 16 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും ചെറിയ നദി ചോദിക്കുമ്പോൾ അത് ഏതാണ്? അത് നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്നൊരു നദി ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്നത് നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാറാണ്. ഇനി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പെരിയാർ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അതേപോലെ പമ്പ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി അതേതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം. എന്താ ചന്ദ്രഗിരി പുഴയുടെ പ്രത്യേകത? നമുക്കറിയാം കാസർഗോഡ് പട്ടണത്തെ U ആകൃതിയിൽ വളഞ്ഞു പോകുന്നതാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത്, അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. പൂക്കോട്ട് തടാകം എവിടെയാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം. വെള്ളായണി തടാകം തിരുവനന്തപുരമാണ്. ഇത് ശരിയാണ്. നമുക്ക് ബാക്കി നോക്കാം. അഷ്ടമുടി കായൽ എവിടെയാണ്? അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലം കായൽ എവിടെയാണ്? തിരുവല്ല ആലപ്പുഴ, പക്ഷെ തിരുവല്ലം കായൽ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്.
ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്തിൽ നിർമ്മിച്ചതാണ്. ശരിയാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. ശരിയാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇത് തെറ്റല്ലേ? വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴയാറിൽ എത്തിച്ചേരുന്നു. ഇതെല്ലാം ശരിയാണ്. അപ്പൊ ഇവിടെ 3, 1, 2, 4 ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയാൻ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശം. ഈ മഴനിഴൽ പ്രദേശം എന്നൊരൊറ്റ ഫാക്റ്റ് മതി ഇത് എന്താണെന്നറിയാൻ, ചിന്നാറാണെന്ന് മനസ്സിലാക്കാൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്കും നക്ഷത്രയാമകൾക്കുമൊക്കെയാണ് എന്താ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് പ്രാധാന്യം. 1984 ആരംഭിച്ചു. ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും എന്താണ്, പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേതാണ്, ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ എറണാകുളത്തും ഏറ്റവും കുറവ് എവിടെയാണ്, ഇടുക്കിയിലുമാണ്. എറണാകുളം ജില്ലയിൽ 13 മുനിസിപ്പാലിറ്റികളും ഇടുക്കി ജില്ലയിൽ 2 മുനിസിപ്പാലിറ്റിയുമാണുള്ളത്. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? എത്ര പേരായിരുന്നു? 7 പേരായിരുന്നു. മലയാളികൾ 7 പേരാണ് കേരളത്തിൽ നിന്ന് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്താൻ. 91/2024 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. വാഴച്ചാൽ തൃശ്ശൂർ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. മധുരപ്പള്ളി വാഴച്ചാൽ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ചീയപ്പാറ എവിടെയാണ്? ചീയപ്പാറ എന്ന് പറയുന്ന ചീയപ്പാറ വാട്ടർഫോൾസ് നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണാം. അത് ഇടുക്കി ജില്ലയിലാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബാക്കി പഠിച്ചു വയ്ക്കുക. പാലരുവി കൊല്ലത്താണ്, തുഷാരഗിരി കോഴിക്കോടാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ശരിയാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കിയാറ്, കല്ലാറ്. ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ഇതും എന്താണ്, ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. നമുക്കറിയാം സൈലന്റ് വാലിയുടെ പ്രദേശമായ നീലഗിരി ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളമാണോ? അല്ല. അതേതാണ്? പാമ്പാടും ചോല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഈ ഒരു വലുതും ചെറുതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 അങ്ങ് കട്ട് ചെയ്യാം അല്ലേ. 3 കട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ ആൻസർ ആയിട്ട് വരുള്ളൂ. ഓപ്ഷൻ ബി ആണ്. കാര്യം ഈ ഒന്നാമത്തെ നമുക്ക് ഡൗട്ട് വരും. കാര്യം അങ്ങനെ ഒരു ഫാക്റ്റ് അല്ല, നമുക്ക് നീലഗിരിയാണ് പറയുന്നത് ലോക പൈതൃക പട്ടികയിൽ. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അപ്പോൾ ഇതും എന്താണ്, ശരിയാണ്. അപ്പോൾ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 1, 2, 4 ആണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഈ ജലവൈദ്യുത പദ്ധതിയിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. 2024 ചോദിച്ചിരിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണേത്? കാനഡ. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? അത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി, അതായത് കേരളത്തിലെ ഏറ്റവും വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് കുറ്റ്യാടിക്ക്. കുറ്റ്യാടിയാണ് എന്ത്, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ തെറ്റുള്ളത് നമുക്ക് എടുക്കണം അല്ലേ. ഇവിടെ നമുക്ക് 1 ശരിയാണെന്ന് കിട്ടി. അപ്പോൾ 1 ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി 2 നമുക്ക് തെറ്റാണെന്ന് കിട്ടി. അപ്പോൾ 2 ഉള്ളത് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഇതും എന്താണ്, തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. മണിയാറ്, മണി അടിച്ചിട്ടാണ് കൂത്ത്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. മണിയാറാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പിന്നെയാണ് എന്ത്, കൂത്തുങ്കൽ വരുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 അല്ല 780 ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് 2, 4 ആണ്. അപ്പം ആൻസർ വരേണ്ടത് 2 and 4 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഇതിനേതാണ്, ഇടനാടിനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. ഓക്കെ, ശരിയല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 എന്തായാലും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഒന്നുകിൽ 1ഉം 3ഉം വരാം, അല്ലെങ്കിൽ 1 മാത്രം വരാം. ഉയരം കൂടിയ കുന്നുകളും മലകളും എന്താണ്, മലനാട്ടിലുണ്ട്. അത് ശരിയല്ലേ.
മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്, അതും ശരിയാണ്. അപ്പം എന്താണ് മൂന്ന് ശരിയാണ്. അപ്പോൾ ഇവിടെ അതല്ല, മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഓപ്ഷൻ എ 1 മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തതായിട്ട് വരുന്നത്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകൾ ഉൾപ്പെടുന്നവരാരെല്ലാം? കെ ടി ഇർഫാൻ ആരാണ്? നടത്തം, അതായത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. നടത്തം 20 കിലോമീറ്റർ നടത്തത്തിൽ നമുക്ക് മെഡലൊക്കെ നേടിയ വ്യക്തിയാണ്. ജിമ്മി ജോർജ് ആരാണ്? ജിമ്മി ജോർജ് എന്ന് പറയുന്ന ഒരു വോളിബോൾ താരമാണ്. സിനി ജോസ് എന്ന് പറയുന്നത് ആരാണ്? സിനി ജോസ് ഹ്രസ്വദൂര ഓട്ടക്കാരിയാണ്. ഹ്രസ്വദൂര ഓട്ടക്കാരി, അത് അത്ലറ്റാണ്. അഞ്ജു ബോബി ജോർജ് ആരാണ്? അഞ്ജു ബോബി ജോർജ് നമുക്കറിയാം, അത് ലോങ് ജമ്പ് താരമാണ്. അപ്പോൾ ഇതും എന്താണ്? അത്ലറ്റാണ്. അത്ലറ്റ് അല്ലാത്തത് ജിമ്മി ജോർജ് ആണ്. അദ്ദേഹം ഒരു വോളിബോൾ ഗെയിമിംഗ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് ഏതാണ്? ഉൾപ്പെടുന്നവരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഉൾപ്പെടില്ല. അപ്പോൾ ഇതല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉൾപ്പെടുന്നതായിട്ട് വരുന്നത്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന. മത്സ്യഫെഡ് ആരംഭിച്ച 1984 പഠിച്ചു വെക്കുക. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചിയല്ല, തിരുവനന്തപുരമാണ്. അപ്പോൾ ഇത് തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 2 യോജിക്കാത്ത പ്രസ്താവനയാണ്. നമുക്ക് 2 ഉള്ളത് മാത്രം മതി. ഇത് ഒന്നെങ്കിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാകാം. ഇതല്ലാന്ന് നമുക്ക് മനസ്സിലായില്ലേ? മത്സ്യഫെഡ് ആരംഭിച്ച 1984. അപ്പോൾ ഇതല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 2 and 3 ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? മത്തിയാണോ? അല്ല, അത് കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് വരുന്നത്. മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് മാത്രമായിട്ടും ഇത് 4 സെപ്പറേറ്റ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിയാണ്, ഇതും ശരിയാണ്. 1ഉം 4ഉമാണ് ശരി. ഇവിടെ ആൻസർ നമുക്ക് വേണ്ടത് യോജിക്കാത്തതാണ്. സോ 2 and 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ് ആദ്യത്തേത്. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം, ഇടുക്കിയുണ്ട്, വയനാടുണ്ട്, പത്തനംതിട്ടയുണ്ട്, കോട്ടയമുണ്ട്, അതേപോലെ തന്നെ പാലക്കാട്. അപ്പോൾ ഇല്ലാത്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ്. ദേശീയ ജലപാത 3. ഇതിനെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാത 3 ആണ്. എവിടെ മുതലാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറമായിരുന്നു. ഇപ്പോൾ എങ്ങോട്ടേക്ക്? കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണ് 941 ആണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലുത്. ഇത് 53/2022 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി നമുക്കറിയാം, കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. 3ഉം എന്താണ്? കാവേരി നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ ഏതാണ്? കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്, ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്, മംഗളവനം പക്ഷി സങ്കേതമാണ്. ഉൾപ്പെടാത്ത ചോദിച്ചാൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ചിന്നാർ എന്താണ്? വന്യജീവി സങ്കേത കേന്ദ്രമാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് നമ്മുടെ ആനമലയിൽ നിന്നല്ലേ? ആനമലയിൽ നിരകളിലെ പോത്തന്നൂരിനടുത്ത് ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് നീണ്ടകര തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതായിരുന്നു? ഇരവികുളം നാഷണൽ പാർക്കാണ് ആദ്യ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ശുദ്ധജല തടാകമാണ് ചോദിച്ചത്. ഏറ്റവും വലിയ കായലായിരുന്നെങ്കിൽ അത് വേമ്പനാട്ട് കായൽ വന്നതിനെ. ശുദ്ധജല തടാകം ചോദിച്ചത് കൊണ്ട് അത് ഏതാണ്? ശാസ്താംകോട്ടയാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1986 നവംബർ 1 കേരളപ്പിറവി. അത് 56 ആണെന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എല്ലാം നവംബർ 1 തന്നിരിക്കുന്നത്. 1956 നവംബർ 1. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം, കേരളത്തിൻ്റെ ശ്വാസകോശം അല്ലെങ്കിൽ കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയുമായി നിലനിർത്തുന്നത് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ധാരാളമായി കാണപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഏക എന്ന് പറയാൻ പറ്റില്ല, കാര്യം വേറെയും ശുദ്ധജല തടാകങ്ങളുണ്ട്. തന്നിരിക്കുന്നതിൽ ഏതാണ്? ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ഒത്തിരി തവണയായി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ,
കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷനാണ് ഏത്? മറയൂരാണ് കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? പട്ടണങ്ങളുള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ ജനസംഖ്യ എവിടെയായിരിക്കും? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? സ്പ്ലാഷ് എന്ന് പറയുന്നത്. എന്താണ് സ്പ്ലാഷ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ അതിൽ ഏതാണ്? കബനിയാണ്. കേരളത്തിലെ കർഷക ദിനം എന്നാണ്? ചിങ്ങം 1 കർഷക ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശാസ്താംകോട്ട എവിടെയാണ്? ശാസ്താംകോട്ട തടാകം നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാണ് ആര്? KM ബീനാമോൾ ആണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചേറ്റുവ തൃശ്ശൂരാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആദ്യത്തേത് പള്ളിവാസൽ. ഏറ്റവും വലുതാണെങ്കിൽ ഇടുക്കി, ആദ്യത്തേത് പള്ളിവാസലാണ്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4 ഏതൊക്കെയാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതേപോലെ കോഴിക്കോട്, അതേപോലെ ട്രിവാൻഡ്രം, പിന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ളത്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. എൻ്റെ കുമ്പളങ്ങി പ്രൊഫസർ MK സാനു ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് ഏത്? കാസർഗോഡ് ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലിയ കായലാണ് ചോദിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. സോ ഓപ്ഷൻ ബി പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി ഇടുക്കിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് ഔദ്യോഗിക പക്ഷി. ഔദ്യോഗിക പുഷ്പം ഏതാണ്? നമ്മുടെ കണിക്കൊന്നയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ ഏതാണ്? നെയ്തൽ നമുക്കറിയാം തീരപ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്നത്. അപ്പൊ നെയ്തൽ തീരപ്രദേശമാണ് എങ്കിൽ നമ്മുടെ ഇതെന്തായിരുന്നു? മരുതം എന്താണ്? നമുക്ക് പഠിക്കാനുള്ളല്ലേ? ഐന്തിണകളല്ലേ? എന്തൊക്കെയാണ്? മരുതം എന്ന് പറയുന്നത് കൃഷിഭൂമികളാണ്, കൃഷിഭൂമി. അതേപോലെ പുൽമേടാണെങ്കിൽ ഏതാണ്? പുൽമേടാണെങ്കിൽ അത് മുല്ലയാണ്. പുൽമേട് മുല്ലൈ. ഓക്കെ, അതേപോലെ നമ്മൾ പറയുന്നത് പാഴ്പ്രദേശം ഏതാണ്? പാഴ്പ്രദേശമാണ് ഏത്? പാലൈയാണ് പാഴ്പ്രദേശം എന്ന് പറയുന്നത്. അതേപോലെ പർവ്വത മേഖലയാണ് എന്താണത്? കുറിഞ്ചിയാണ് എന്ത്? പർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പം 5 ഉണ്ട്. ഏതൊക്കെയാണ്? നെയ്തല്, മരുതം, അതേപോലെ മുല്ലൈ, കുറിഞ്ചി, പാലൈ. അങ്ങനെ 5 നമ്മൾ ഐന്തിരകളാണ് നമ്മൾ പഠിക്കുന്നത്. കൊടുങ്ങരം വള്ളംപുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അട്ടപ്പാടി. അതായത് ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അതിന്റെ ഒഴുക്ക് വീണ്ടെടുക്കുന്നതാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന കൊടുങ്ങരം വള്ളംപുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഇത്? ആലപ്പുഴ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് ആര്? OM നമ്പ്യാർ. നമുക്കറിയാം ആരാണ് OM നമ്പ്യാർ. PT ഉഷയുടെ കോച്ചായിരുന്നു OM നമ്പ്യാർ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയമാണ്, ശരിയാണ്. അടുത്തത് HMT ലിമിറ്റഡ്. HMT ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് എറണാകുളത്താണ്. അപ്പൊ എറണാകുളമാണ്. HMT ലിമിറ്റഡ് എറണാകുളമാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് അത് എവിടെയാണ്? അത് തിരുവനന്തപുരത്തല്ല, അത് കൊച്ചിയിലാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്. സോ 1ഉം 2ഉമാണ് ഇവിടെ ശരി. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായതേത്? നേര്യമംഗലം എവിടെയാണ്? ചാലക്കുടി പുഴ ആണോ? അല്ല. നേര്യമംഗലം പദ്ധതി എന്ന് പറയുന്നത് എവിടെയാണ്? മുതിരമ്പുഴയിലാണ് നേര്യമംഗലം. 1 തെറ്റാണ്. നേരെ നോക്കുക, 1ഉള്ളതെല്ലാം കട്ട് ചെയ്യാം, ബാക്കി ഒന്നും വായിക്കുക പോലും വേണ്ട. ആൻസർ ഏതാണ്? ഓപ്ഷൻ A 2 and 3 ആണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയിലും, ശബരിഗിരി എവിടെയാണ്? പമ്പാ നദിയിലുമാണ്.
തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി ശരിയായതാണ് വേണ്ടത്. തുഞ്ചൻ സ്മാരകം എവിടെയാണ്? തിരൂരാണ്. ശരിയാണ്. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലമാണ്. വള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? അത് തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ്. വള്ളത്തോൾ മ്യൂസിയം ചെറുതുരുത്തി, തൃശ്ശൂര്. അപ്പൊ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്. അവിൽപ്പൊതി ആരുടേതാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പല്ല. അവിൽപ്പൊതി ആരുടേതായിരുന്നു? കെ ജി ഗോവിന്ദന്റേതാണ് എന്തെന്ന് പറയുന്ന ഈ അവിൽപ്പൊതി എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം വരുന്നത്. മുത്തശ്ശി എൻ ബാലാമണിയമ്മ. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ, പുളിച്ചിമല ശരിയാണ്. ചാലക്കുടി പുഴ, ആനമല അതും ശരിയാണ്. അച്ചൻകോവിലാറിന്റെ എന്താണ്? പമ്പയുടെ പോഷക നദിയാണ് അച്ചൻകോവിലാർ. അതായത് പോഷക നദി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു നദി എവിടെന്നോ ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകി, പിന്നെ നമ്മുടെ പമ്പ ഇങ്ങനെ ഒഴുകുവാണെങ്കിൽ എവിടെന്നോ അച്ചൻകോവിലാർ ഉത്ഭവിച്ച് നമ്മുടെ പമ്പയിൽ വന്ന് ചേരുന്നു. അതിനെയാണ് നമ്മൾ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്? അച്ചൻകോവിലാറിന്റെ നമുക്കറിയാം പമ്പയുടെ പോഷക നദിയാണ് അച്ചൻകോവിലാർ. അപ്പൊ ഒരിക്കലും ഇത് അതിന്റെ ഉത്ഭവമല്ല. അപ്പൊ നമുക്ക് ഇതെന്താണ്? തെറ്റാണ്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ശരിയായ ജോഡികളാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 1 and 2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കാൻ. എവിടേക്കാണ്? നമുക്കറിയാം ഇന്ത്യയുടെ ഇങ്ങനെയാണല്ലേ പശ്ചിമഘട്ടം വരുന്നത്. ആന്ധ്ര എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയായിട്ട് വരുന്നതാണ്. അപ്പൊ ആന്ധ്രാപ്രദേശ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഒന്നുള്ള ആന്ധ്രാപ്രദേശ് ഉള്ളത് നോക്കുക, ഒന്നുള്ളത് എല്ലാം കട്ട് ചെയ്യുക. എന്തേലും ആൻസർ ഓപ്ഷൻ സി 2 and 3 ആണ്. നമുക്ക് പഠിക്കേണ്ട എന്താ? പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം ഇവിടെ എന്തുണ്ട്? ഒരു ഗുജറാത്ത് അല്ലെ? ഇവിടെ ഗുജറാത്ത് ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മഹാരാഷ്ട്ര വരും. പിന്നെ എന്തുണ്ട്? ഗോവയുണ്ട്. പിന്നെ നമുക്കറിയാം കർണാടകയുണ്ട്. പിന്നെ കേരളമുണ്ട്. പിന്നെ എന്താണുള്ളത്? തമിഴ്നാട്. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. കുടുംബശ്രീ സംവിധാനത്തെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? പറമ്പിക്കുളം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം. ഓക്കെ. നമുക്കറിയാം 2ാമത്തെ ടൈഗർ റിസർവ് ആണ്. പീച്ചി വാഴാനി എവിടെയാണ്? തൃശ്ശൂരാണ്. ശരിയാണ്. നെയ്യാറ് തിരുവനന്തപുരം ജില്ലയിലാണ്. ശരിയായ ജോഡിയാണ് വേണ്ടത്. സോ ഓപ്ഷൻ ബി 2 and 3 ആണ് ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത്. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റുകളിൽ ശരിയായ ജോഡി. ഈ ഒരു എക്സാമിന് നമുക്ക് 76/2022 എന്നുള്ളതാണ് ഈ എക്സാമിന്റെ കോഡ് എന്ന് പറയുന്നത്. അതായത് 10th പ്രിലിംസിന്റെ ഒരു 5 ഫേസ് ആയിട്ട് നടന്നതിൽ ഈ ഒരു ഫേസിലായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻ എല്ലാം തന്നെ എന്തായിരുന്നു കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുന്നതും ഇത്രയും കൂടി നമ്മളെ കൺഫ്യൂഷൻ ആക്കിയ ഒരു സ്റ്റേജ് ആയിരുന്നു ഈ പറയുന്നത്. ഈ ഒരു ലെവലിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഇപ്പോഴത്തെ LGS. നമുക്കറിയാം നമ്മൾ ആദ്യം ചെക്ക് ചെയ്തെല്ലാം 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGS നമ്മൾ തുടക്കം ചോദിക്കുന്നത് ഇപ്പൊ എല്ലാം എന്താണ്? ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം ശരിയാണ്. ഡോക്ടർ MR മേനോൻ ആരോഗ്യം അതും ശരിയാണ്. VR കൃഷ്ണയ്യർ എന്തായിരുന്നു? VR കൃഷ്ണയ്യർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം ഉണ്ടായിരുന്നു, അതേപോലെ നിയമം ഉണ്ടായിരുന്നു. ആഭ്യന്തരം, നിയമം, അതേപോലെ വൈദ്യുതി. ഇത് 3ഉമായിരുന്നു VR കൃഷ്ണയ്യർ കൈകാര്യം ചെയ്തിരുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, ആരായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി? വ്യവസായ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? KP കുഞ്ഞിക്കണ്ണനായിരുന്നു 1ാം മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 3ഉം ശരിയാണ്. ശരിയായ ജോഡിയല്ലേ നമുക്ക് വേണ്ടത്? 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നവയിൽ ശരിയായവ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണ്? കൊച്ചിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ എന്നാണ് അവർ തന്നിരിക്കുന്നത്. ആലപ്പുഴയല്ല. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയാണ്. 2 തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും 1ഉം 3ഉം. ഓപ്ഷൻ ബി 1 and 3 ആണ് ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത്.
കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശാസ്താംകോട്ടയാണ്. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 580. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? അത് 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് ദൈർഘ്യം. കടൽ തീര ദൈർഘ്യമാണ് 580 കിലോമീറ്റർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി എങ്ങനെയാണ്? നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ ഏതൊക്കെയുണ്ട്? പാമ്പാറും ഭവാനിയും. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി 2 and 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ ആരംഭിച്ചത് 1861 മാർച്ച് 12 ബേപ്പൂര് മുതൽ തിരൂര് വരെ അല്ലെ. ബേപ്പൂർ ടു തിരൂരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത വരുന്നത്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം, കേരളം ടു കൂർഗ് ഏതായിരുന്നു? അത് പേരമ്പാടി ചുരമാണ്. പേരമ്പാടി ചുരം. അപ്പൊ പെരിയ ചുരം എവിടെയാണ്? പെരിയ ചുരത്തെ എന്താണ്? മാനന്തവാടിയെ എന്തുമായി ബന്ധിപ്പിക്കുന്നത്? മൈസൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് പെരിയ ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരം എന്താണ്? അത് ഇടുക്കി മധുരൈ റൂട്ടാണ് എന്തെന്ന് പറയുന്ന ബോഡിനായ്ക്കന്നൂർ ചുരം. താമരശ്ശേരി ചുരം എവിടെയാണ്? അത് കോഴിക്കോടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്നതാണ്. എന്ത്? കോഴിക്കോട് ടു മൈസൂർ. ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ പേരമ്പാടി എന്താണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത്. പെരിയ ചുരമാണെങ്കിൽ മാനന്തവാടിയെ മൈസൂരുമായും, താമരശ്ശേരി ആണെങ്കിൽ കോഴിക്കോടിനെ മൈസൂരുമായും, ബോഡിനായ്ക്കന്നൂർ ആണെങ്കിൽ ഇടുക്കിയെ മധുരയുമായിട്ടാണ്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ വരുന്നത്. യവനപ്രിയ എന്നറിയപ്പെട്ട സുഗന്ധ ദ്രവ്യമാണ് കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെട്ടത്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണേത്? സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവരെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. നമ്മുടെ ഹോക്കി താരമാണ് അല്ലെ PR ശ്രീജേഷ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. ഇത് ശരിയാണ്. നമുക്കറിയാം 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അത് മലനാട്, 7.5 മീറ്റർ വരെയാണെങ്കിൽ അത് തീരപ്രദേശവുമാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. ഉയരം കൂടിയ കുന്നുകളൊക്കെ എവിടെയാണ്? അത് മലനാട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അതും തെറ്റാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അപ്പൊ ഇതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ റൈറ്റ്. നമുക്ക് വേണ്ട എന്താണ്? ശരി അല്ലാത്തതാണ് വേണ്ടത്. സോ 2, 3 നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി 2 and 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരി അല്ലാത്തത്. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം, വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂർ. അതിരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ ഈ വെള്ളച്ചാട്ടങ്ങളും എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. പഠിച്ചു വെക്കുക. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മത്സ്യഫെഡ് ആരംഭിച്ച 1984 ശരിയാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ശരിയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് എന്ത്? മിസ് കേരള. ഇവിടെ എന്താണ്? എല്ലാം ശരിയാണ്. ഇതേ ഫേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു? മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി എന്ന് പറയുന്ന അവർ തെറ്റായ ഒരു പ്രസ്താവന വന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? റിപ്പീറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് വേണം എപ്പോഴും എന്ത് പോകാനായിട്ട്? നമ്മുടെ എക്സാംസിന് പോകാനായിട്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത് ആറളമാണ്. ശരിയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാറാണ്. പെരിയാർ. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് വയനാടാണ്. വയനാട്. അപ്പൊ ഇതും തെറ്റാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ പ്രസ്താവന. സോ 1ഉം 2ഉമാണ് ഇവിടെ ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. നമുക്കറിയാം 5 ദേശീയോദ്യാനങ്ങളിൽ 4ഉം എവിടെയാണ്? ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളമാണ്. ആദ്യ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഓക്കെ, ഏത് വർഷമായിരുന്നു ഇരവികുളം വന്നത്? ഇരവികുളം 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് സൈലന്റ് വാലി ആണെങ്കിൽ എന്നാണ്? 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടി ജോലയാണ്. ഇത് ശരിയാണ്. ഇതും ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന എവിടെയാണ്? ഇരവികുളത്തല്ല. അത് എവിടെയാണ്?
സൈലന്റ് വാലി. വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് അവിടെ എന്ത് കാണുന്നത്? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. സോ 2ഉം 4ഉം ആണ് നമ്മുടെ ആൻസർ. നേരെ ഓപ്ഷനിലേക്ക് പോകുക. ഓപ്ഷൻ സി 2 and 4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി ഉണ്ട്, പാമ്പാർ ഉണ്ട്. അപ്പൊ ഏതാണ്? 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് കിഴക്കോട്ടൊഴുകുന്നവ. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം. അതായത് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാദേശിക ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുക ഒരിക്കലുമല്ല, അല്ലെ? ബ്ലോക്ക് പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്ത് അല്ല പറയുന്നത്. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുക. പദ്ധതികൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുന്ന എപ്പോഴും ആരായിരിക്കും? ജില്ലാ പഞ്ചായത്തുകളായിരിക്കും, അല്ലെ? പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആൻസർ എന്ന് പറയാൻ ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത്? ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഇല്ലാത്തത് ഏതൊക്കെയാണ്? നമുക്കറിയാം, വയനാടുണ്ട്, ഇടുക്കിയുണ്ട്, കോട്ടയമുണ്ട്, പത്തനംതിട്ടയുണ്ട്, പാലക്കാടുണ്ട്. സോ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി കോട്ടയമാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് എവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് പറയുന്നത് എവിടെയാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകൂത്ത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകൂത്ത് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത്? പാമ്പാടും ചോല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ആര്? MP രാജേഷ്. MP രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് ഇത്? മംഗളവനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? എവിടെയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്? ഇടുക്കി ജില്ലയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് ഇത്? നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മീനങ്ങാടിയാണ്. മീനങ്ങാടിയാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മുടെ ടോപ്പിക്കുകളിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിന്റെ പാർട്ട് 2 വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ജസ്റ്റ് നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും അതുകൂടി ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്